ഉണക്കി സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങളുടെ ഏലക്ക മോഷ്ടിച്ചു കടത്തി 2 വർഷം പിന്നിടുമ്പോഴും പോലീസ് പ്രതികളെ പിടികൂടുന്നില്ലെന്ന് പരാതി. പ്രതികളെക്കുറിച്ച് വ്യക്തമായ വിവരവും തെളിവുകളും ലഭിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്ന കോടതി ഉത്തരവും നടപ്പാക്കുന്നില്ലെന്ന് രാജാക്കാട് ചെരിപുറം മുത്തനാട്ട് ബിനോയ് ആരോപിക്കുന്നു. 2023 സെപ്റ്റംബറിലാണ് മുത്തനാട്ട് ബിനോയിയുടെ ചെറുപുറത്തുള്ള ഏലക്ക സ്റ്റോറിൽ ഉണക്കി സൂക്ഷിച്ചിരുന്ന 16 ലക്ഷം രൂപയുടെ ഏലക്ക മോഷണം പോകുന്നത്. ബിനോയ് സ്ഥലത്തില്ലാതിരുന്ന സമയത്തായിരുന്നു വാതിൽ കുത്തി തുറന്ന് മോഷണം നടത്തിയത്. തുടർന്ന് രാജാക്കാട് പോലീസിൽ പരാതി നൽകുകയും പ്രതി ആരാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അറസ്റ്റ് ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചില്ല. അന്വേഷണം മുന്നോട്ട് പോയി. പക്ഷേ നാളിതുവരെ 2 വർഷമായി. പ്രതികളെ എല്ലാവർക്കും അറിയാം. പോലീസ് കസ്റ്റഡിയിൽ എടുത്തതാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ് എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതുമാണ്. കൊണ്ടുപോയി സ്ഥലവും ഏലക്ക കൊണ്ടുപോയി വിറ്റ സ്ഥലവും കണ്ടുപിടിച്ചു. എൻ്റെ ഫണ്ടും കണ്ടുപിടിച്ചു. കൊണ്ടുപോയി വണ്ടി കണ്ടുപിടിച്ചു. കൊണ്ടുപോയി ഡ്രൈവറെ കണ്ടുപിടിച്ചു. പിന്നെ രാജാക്കാട്ടിലൊരു പ്രമുഖ വ്യവസായിയാണ്. എൻ്റെ 28 വർഷമായിട്ടുള്ള എൻ്റെ കൂട്ടുകാരനായിരുന്നു. പ്രതി തന്റെ സുഹൃത്താണെന്നും ബിനോയ് ആരോപിക്കുന്നു. പോലീസ് നടപടി സ്വീകരിക്കാതെ വന്നതോടെ ബിനോയ് ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർ കേസന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു. എന്നിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ബിനോയിയുടെ പരാതി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമീപിക്കുകയും ഹൈക്കോടതി ഒരു ഉന്നത റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ, മീൻസ് ഡിവൈഎസ്പിയിൽ കുറയാത്ത ഒരു റാങ്കുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. അതാണ് ഇത് 4 വരെ നടന്ന കഥകൾ. ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായതിനൊപ്പം എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും പോലീസ് നടപടി സ്വീകരിക്കാത്തതിനാലാണ് കോടതിയെ സമീപിച്ചത്. എന്നാൽ കോടതി ഉത്തരവ് പോലും നടപ്പിലാക്കാൻ പോലീസ് തയ്യാറാകാതെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. എന്നാൽ നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുവാനാണ് ബിനോയിയുടെ തീരുമാനം. സിറ്റി വിഷൻ, രാജാക്കാട്.